നമ്മളെ കുട്ടികൾ അല്ല നിങ്ങൾ ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഞാൻ വന്നു മോനെ, ഒക്കെ ചെയ്തത് നല്ല റാഹത്താണ്, വിവരങ്ങളൊക്കെ പറയുന്ന കൊടുത്ത്. അല്ല, നമ്മളെ അയൽവാസികളായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് പിന്നെ എന്തായി? അപ്പം ഇയാൾ ആചാരം എന്താ പറയണത്? അതെ, പൊരുത്തപ്പെടുകയൊക്കെ ചെയ്തിരിക്കണേ. അങ്ങനത്തെ ഒരു പൊരുത്തപ്പെടലോട്ടല്ല. ഏത് പൊരുത്തപ്പെട്ടിട്ടുണ്ട്, പിന്നെ എന്തല്ല, അങ്ങനത്തെ ഒരു സ്വർഗം കിട്ടുന്ന സൈസ് പൊരുത്തപ്പെടലല്ല, അതൊരു നരകത്തിൽ തന്നെ പോണ സൈസുള്ള പൊരുത്തപ്പെടലാണ്. അതല്ലേ അതിനർത്ഥം? അപ്പൊ ഹജ്ജും ഉംറയും കല്ലേറും ഒക്കെ കഴിഞ്ഞിട്ടും നമ്മുടെ മനസ്സിൽ നിന്ന് ഏത് പോയിട്ടില്ല? ഏതോ കാലത്ത് സംഭവിച്ച ഒരു വാക്കിന്റെ അല്ലെങ്കിൽ ഒരു നോട്ടത്തിന്റെ ഒരു ശ്രദ്ധയുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒന്നും മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നാട്ടിൽ തന്നെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കും. എന്തുകൊണ്ട്? അവർ നാട് വിട്ട് മറ്റൊന്നും കാണുന്നില്ല, അവർ ഈ കിച്ചൻ ലോകത്ത് നിന്ന് വേറെ എവിടെയും പോകുന്നുമില്ല. അപ്പൊ അവരെ മനസ്സിൽ ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും നമ്മുടെ മനസ്സിനാണ് മാറ്റം വരേണ്ടത്. നാമാണ് ദുബായിൽ പോയത്, നാമാണ് അബുദാബിയിൽ പോയത്, നമ്മളാണ് സൗദിയിൽ പോയത്, നമ്മളാണ് കുവൈത്തിൽ പോയത്, നമ്മളാണ് ബഹ്റൈനിൽ പോയത്, നമ്മളാണ് മക്കത്തുൽ മുക്കറമയിലും മദീനയിലും ഒക്കെ പോയത്. നാട്ടുകാർക്ക് പണ്ടാ കണ്ടത് തന്നെയാണുള്ളത്. അപ്പൊ അവർക്ക് പ്രത്യേകമായി മനസ്സിനൊരു ചേഞ്ചിങ് വരാൻ അവരൊരു യാത്രയും ചെയ്തിട്ടില്ല. നമുക്ക് ചേഞ്ചിങ് വരാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായി. എത്രയോ ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടു, കാലപ്പഴക്കം വന്നു, അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ നമ്മൾ എത്രയോ മാറി, നമ്മുടെ വീട് മാറി, താമസം മാറി, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നതൊക്കെ നമുക്കാണ്. വീട്ടിന്റെ അടുക്കളയിൽ നേരത്തെ കിച്ചൺ ബെഡ്റൂമായി താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് മാറ്റം വരാൻ പ്രയാസമാണ്. എന്തുകൊണ്ട്? അവർക്കൊരു ചേഞ്ചിങ്ങിനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഇതൊക്കെ കിട്ടിയത് നമുക്കാണ്. ഒരു കൊല്ലം പള്ളി ദർസിനും ഒരു കൊല്ലം ഗൾഫിലും താമസിച്ചാൽ പിന്നെ ദുനിയാവിൽ എവിടെയും ജീവിക്കാം. ഒരൊറ്റ വർഷം ദർസിൽ ഓതി പഠിക്കാം, ഒരു വർഷം ഗൾഫിലും നിൽക്കാം. ഓനിക്ക് പിന്നെ എവിടെ ജീവിക്കാൻ പ്രയാസം? ഒരു പ്രയാസം ഉണ്ടാകും. അങ്ങനെ ദർസിലെ ജീവിതത്തിൽ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ട് 2 കൊല്ലം ഓതി പഠിച്ചു. എൻ്റെ അനുഭവം അതാ. 1970-71 2 വർഷം ഞാൻ മുത്തഅല്ലിമായപ്പോൾ ഒരു ജോഡി വസ്ത്രം, അത് തന്നെ അലക്കിയിട്ടാ ഉണങ്ങി കിട്ടൂല, അന്നത്തെ കുപ്പായല്ലേ. അതേ സമയത്ത് ഗൾഫിലും ഇതേപോലെ വാപ്പ ഗൾഫിൽ ആദ്യം പോയി, എന്നിട്ട് മകൻ ഇവിടെ വിസ അയച്ചു കൊടുത്തിട്ട് ഓൻ കിച്ചൺ ടു ദുബായ്. അവന്റെ ഗൾഫല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് ഗൾഫിൽ പോയി, ഒരു കൊല്ലം ഭാഷയും അറിയില്ല, ആളുകളെ അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനത്തെ പ്രയാസങ്ങൾ. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ബാക്കി റൂമിൽ 2 ബംഗാളികൾ, ഇവർ പാകിസ്ഥാനികൾ, മറ്റൊരു വേറെ നാട്ടുകാർ. അപ്പോൾ അറബി സംസാരിക്കാൻ നമുക്കറിയില്ല, പാകിസ്ഥാനി സംസാരിക്കാൻ അത്രയും അറിയില്ല, ഹിന്ദി സംസാരിക്കാൻ അത്രയും അറിയില്ല. നമ്മളൊന്ന് ബാത്റൂമിൽ പോയി പൈപ്പ് തിരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പൈപ്പല്ല തിരിഞ്ഞത്. അപ്പോഴൊക്കെ വെള്ളം ഒന്നായിട്ട് പുറത്തേക്ക്, അപ്പോഴൊക്കെ പുറത്തുനിന്ന് പാകിസ്ഥാനി പാനി ഉപ്പർ ഹേ എന്ന് പറഞ്ഞിട്ട് മോൻ്റെ വക, മറ്റോന് തണ്ണി കിപ്പർ ഹേ എന്ന് പറഞ്ഞിട്ട് വേൻ്റെ വക. ഇതെല്ലാം കൂടി ഒരു കൊല്ലവനൊന്ന് അനുഭവിക്കണം. അങ്ങനെ ഒരു അനുഭവിച്ചിട്ട് ഗൾഫിൽ താമസിക്കുകയാണോ? അങ്ങനെ അനുഭവിച്ചിട്ട് 1 ജോഡി 2 റുപ്യ എന്ന് പറഞ്ഞ് വിറ്റവരാണ് ഇന്ന് ഗൾഫിൽ കാണുന്ന വലിയ പണക്കാർ. ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റും നടത്തുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് കുറേ പണം കൊണ്ട് അങ്ങോട്ട് പോയവരല്ല. പിന്നെ ആ ഉണക്ക പാസ്പോർട്ട് ഉണ്ടല്ലോ, ഉറുപ്പ്യൊക്കെ 3 പണ്ട് കിട്ടിയത്, ഇപ്പോഴാണ് അതിന് കുറച്ച് വില വന്നത്. ആ സാധനമായിട്ടാണ് എല്ലാവരും അങ്ങോട്ട് പോയത്. 1 ജോഡി 2 റുപ്യ എന്ന് പറഞ്ഞ് വിറ്റവരാണ് ഇന്ന് ഗൾഫിലുള്ള ഭൂരിഭാഗം പണക്കാർ. പക്ഷെ അവരന്നത്തെ കഷ്ടപ്പാട് കണ്ടു. അത് 1 കൊല്ലം അവിടെ അനുഭവിച്ചു, 2 കൊല്ലം അവിടെ താമസിച്ചു, 1-2 വർഷം പള്ളി ദർസിലും താമസിച്ചു. മക്കളെ, നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ദുനിയാവ് പിന്നെ അള്ളാഹിന്റെ ദുനിയാവിലുണ്ടാവില്ല. എല്ലാത്തിനോടും ചേരും. ഞാൻ ആദ്യം ദുബായി ചെന്നപ്പോൾ പാർണൂർ ഉസ്താദിനെ കണ്ടു അവിടുന്ന്. അപ്പം മൂപ്പര് പറഞ്ഞതിനോട് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ഈ മറ്റേ വലിയ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാം, നമ്മളീ നാദാപുരം ബൈക്കുണ്ട് വലിയൊരു 10 അല്ല, ഒരു ഓട്ടോറിക്ഷൻ്റെ ടയർ വരെ ഉണ്ടാവും, അത് വലിയ സംഗതി. നമ്മളെ നാട്ടിലെ മലപ്പുറം ജില്ലയിൽ നെയ്സ് 10 ഉണ്ടാകുക. ഇതിൻ്റെയും വലുതുണ്ട്, ഇവിടെ തടിച്ചിട്ടുള്ളത്, അവിടെ പോയാൽ വീതി കൂടിയിട്ട് അതിനെന്താ പറയുക, വലിയ കുബൂസ്. ഈ കുബൂസും അതിൻ്റെ ഒപ്പം ഒരു കറിയെല്ലാം കൂടി കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്നോട് പാർന്നൊരു ഉസ്താദ് പറഞ്ഞു, മോനെ, ഇവിടെ എങ്ങനെ നിസ്കരിച്ചാലും ശരിയാവും, എന്ത് കഴിച്ചാലും ഇവിടെ വിശപ്പ് വരും, എവിടെ കിടന്നാലും ഉറങ്ങുകയും ചെയ്യും, അങ്ങനത്തെ രാജ്യമായിരുന്നു. അതാ. അപ്പോൾ അതാണ് ഗൾഫിൽ നമ്മൾ കുറച്ചു കാലം ഒന്ന് താമസിക്കുമ്പോൾ നമുക്കൊരു ജീവിതം മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പം ഞാൻ ഓർമ്മപ്പെടുന്നത്, പ്രവാസികളായ സുഹൃത്തുക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നിങ്ങളെ ജീവിതം, ഞാൻ അവിടെ വന്നും പറയാറുണ്ട്, എന്താണ്, ഒരു മേശപ്പുറത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയാണ് ഒരു പ്രവാസി സഹോദരൻ. അവൻ ഉരുകുകയാണ്.
ഉരുകുകയാണ്. ഗൾഫിൽ ഇപ്പോൾ ഈ വർഷത്തെ റമളാനു ഷരീഫിൽ 14 മണിക്കൂർ നോമ്പെടുക്കേണ്ടി വരും. കഠിനമായ ചൂടാണ് ഗൾഫിലെ എല്ലാ കൺട്രിയിലും, എല്ലാ സ്ഥലത്തും കഠിനമായ ചൂടാണ്. 14 മണിക്കൂർ അവിടെ നോമ്പ്, ഈ കഠിനമായ ചൂട്. ഇവിടെ ആണെങ്കിലോ മണിക്കൂറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നല്ല മഴക്കാലം. ഇപ്പോൾ ബറാത്തിന്റെ നോമ്പ് നോറ്റല്ലേ നമ്മൾ, തുറക്കാനായിട്ടും തുറക്കണമെന്ന് തോന്നുന്നില്ല. പിന്നെ തുറക്കാണ്ടിരുന്നാൽ പറ്റൂല്ലോ എന്ന് വിചാരിച്ചു. അത്രയും നല്ല മഴയും തണുപ്പുമാണ് ഇവിടെ. ഈ വ്യത്യാസത്തിൽ നമ്മൾ അവിടെ കടന്ന് ഉരുകുകയാണ്, ഗൾഫിൽ കടന്ന് ഉരുകുകയാണ് നിങ്ങൾ. ആ ഉരുകി 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 ഒരു മാസം നിങ്ങൾ ഉരുകിയാൽ 1000 റിയാൽ 1000 ദിർഹംസ് അത് കയ്യിൽ കിട്ടും. അത് കുവൈത്ത് ഒമാനൊക്കെ ആകുമ്പോൾ 1000-100 വരും. ഞാൻ ആദ്യം കുവൈത്ത് പോയപ്പോൾ ആരോടും സംഭാവന ഒന്നും വാങ്ങിയില്ല. എന്താ വെച്ചാൽ ആരോട് സംഭാവന, അവനോട് ശമ്പളം ചോദിച്ചപ്പോൾ 50 റുപ്യാണെന്ന്, മറ്റവനോട് ചോദിച്ചപ്പോൾ 40 റുപ്യാന്ന്. ഞാൻ ഇവിടുന്ന് 1000 റുപ്യ ശമ്പളമുള്ള ആൾ പോയതാ. ഞാൻ വിചാരിച്ചു ഈ മിസ്കിന്മാരോട് എന്ത് വാങ്ങാനാണ് വിചാരിച്ചു. ഇവർ 1000 റുപ്യ, ഇവർ 50 റുപ്യ 40 റുപ്യ എന്നാണ് പറയുന്നതും. ഞാൻ വിചാരിച്ചു പാവങ്ങൾ, കലേ പ്രവാസികളെ പറ്റിയിട്ട് പത്രത്തിൽ ഇങ്ങനെ കാണുകയും ചെയ്യാം, അതിൽപ്പെട്ട ആളായിരിക്കും ഇത് എന്ന് വിചാരിച്ചിട്ട് ആ പോക്കിൻ്റെത് വെറുതെ ആയിപ്പോയി, പാവം വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഇത് അറിയുന്നത് അത് കുവൈത്തിൽ 50 അപ്പോൾ ഇരിക്കട്ടെ, അത് വേറെ ഒരു കഥ. അപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ പ്രവാസികളായി നമ്മളവിടെ ഉരുകി ഒരു മാസം തീർന്നപ്പോൾ 31-ാം തീയതി 30-ാം തീയതി 1-ാം തീയതി ഒക്കെ നമുക്ക് കിട്ടിയപ്പോൾ 100, 50, 1000 കിട്ടിയപ്പോൾ അത് നാട്ടിലേക്ക് കണക്ക് കൂട്ടി നോക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ട്. അൽഹംദുലില്ലാഹ്. UAE-യിലെ 1000 ഇവിടുത്തെ 12,000 ഉണ്ട് അല്ലേ? സൗദിയിലെ 1000 ഇവിടുത്തെ 11,500 ഉണ്ട്. ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളം, ലൈറ്റ്, താമസം, ബാക്കിയുള്ളതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ബാക്കി വന്ന 5000-ൽ നിന്ന് 1000 പള്ളിയിലേക്ക്, 1000 മദ്രസയിലേക്ക്, 2000 കുടുംബത്തിലേക്ക്, 1000 മരണപ്പെട്ടു പോയ അയൽവാസിയായ ഒരാൾ പറ്റ കഷ്ടപ്പാടുണ്ട്, അവർക്ക് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ അയച്ചു കൊടുത്തു. ഒരു മാസം ഉരുകിയപ്പോൾ നിങ്ങൾ ആ ഒരു മാസം ഉരുകിയതിൻ്റെ ഫലം എന്താണ്? ഇവിടെ കുറേ ആളുകൾക്ക് വെളിച്ചം കണ്ടു. ഉമ്മാക്ക്, വാപ്പാക്ക് അവിടെ മരുന്ന് വാങ്ങാൻ, ഇവിടെ ചികിത്സയ്ക്ക്, മറ്റിടത്ത് വീടുണ്ടാക്കാൻ, എത്തിയും കുട്ടിയെ കെട്ടിക്കാൻ. നിങ്ങൾ ആ ഉരുകിയതിൻ്റെ മെഴുകുതിരിയായി നിങ്ങൾ ഉരുകിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനമുണ്ട്. എന്താ? ഞാൻ ഉരുകിയാലും എൻ്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് കത്തെഴുതാൻ പറ്റിയാലോ, എൻ്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് ഖുർആൻ ഓതാൻ പറ്റിയാലോ, എൻ്റെ വെളിച്ചത്തിൽ മറ്റേയാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയാലോ. മെഴുകുതിരിക്കൊരു സമാധാനം. ഞാൻ വെളിച്ചം കാണിച്ചു കൊടുത്തത് കൊണ്ടല്ലേ ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റിയത്. എന്ന പോലെ പ്രവാസികളെ, നിങ്ങൾ ഒരു മാസം ഉരുകിയാൽ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ വെളിച്ചം കിട്ടും. അതാണ് നിങ്ങൾ ചെയ്യുന്ന സേവനം. ഈ സേവനത്തിൽ നിങ്ങൾ സേവനം ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലാഹുവിൻ്റെ ഖുർആൻ ഉണർത്തുന്നത് നിങ്ങളെ കുടുംബങ്ങൾ തന്നെയാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ, നിങ്ങളെ വീട്ടിൽ ഭയങ്കര സൽക്കാരം നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട ആരെയും വിളിച്ചിട്ടില്ല. നിങ്ങളെ വീട്ടിൽ ഭയങ്കരമായ ഉത്സവങ്ങൾ നടക്കുന്നു, കുടുംബത്തിൽപ്പെട്ട പാവങ്ങളെ വിളിച്ചിട്ടില്ല. നിങ്ങളെ മക്കൾ ഗൾഫിൽ നിന്നൊക്കെ വന്നു നോക്കുമ്പോൾ നല്ല നല്ല ചുറുചുറുക്കുള്ള മക്കൾ, മക്കൾക്ക് നേരെ പെങ്ങളെ മക്കളെ അറിയില്ല, പെങ്ങളെ മക്കളെ അറിയില്ല. അങ്ങനെ കുടുംബത്തിൽപ്പെട്ട മക്കളെ ഒന്നും അവർക്ക് പരിചയം ഇല്ല. ഈ രൂപത്തിൽ കുടുംബങ്ങളുമായുള്ള അകൽച്ച ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇതെന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ വളരെ വലിയ ഗൗരവത്തോടു കൂടെ തന്നെ കണക്കിലെടുക്കേണ്ടതാണ്. ആകയാൽ പ്രവാസി ജീവിതത്തിൽ നിങ്ങൾ ലീവിന് വരുമ്പോൾ കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരു സമയം കണ്ടെത്തിയേ മതിയാകും. അങ്ങനെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. കുഞ്ഞുങ്ങൾ തമ്മിൽ കുടുംബങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുന്ന പരിചയങ്ങൾ വരുത്തി കൊടുക്കുക. ഗൾഫിൽ നിന്ന് കൊണ്ടുവരണം എന്നില്ല ഇപ്പൊ സാധനങ്ങളൊന്നും. അത് ഈ കസ്റ്റംസ് ഓഫീസറുടെ അടുത്ത് വന്നിട്ട് തല കുനിച്ചിട്ട് തല ചൊറിഞ്ഞ് എന്തിന് നിൽക്കണം, ആ സാധനമൊക്കെ ഇപ്പം ഇവിടെ കിട്ടും. ഞാൻ 2 മാസം മുമ്പ് ദുബായി പോയപ്പോൾ അവിടുന്ന് ഒരു സുഹൃത്തിനോട് ചോദിച്ചു, അല്ല നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഏറ്റവും നല്ലത് എന്താന്ന് ചോദിച്ചു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് കൊണ്ടുപോകാൻ നല്ല ലാഭമുള്ളത് പൈസയാണ് കാണുന്നത്. അപ്പോഴാണ് എനിക്കും അത് പോയിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയതിൽ ഏറ്റവും നല്ലത് ഏതാ? പണം കൊണ്ടുവരില്ല. വരുന്ന വഴിക്ക് ആ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങാം. ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങാം, കവറ് കൂടുതലും വാങ്ങാം. ഒരു സാധനം വാങ്ങിയാൽ ഒരു കവറിലിടുക, വേറൊരു സാധനം വാങ്ങി ഒരു കവറിലിടുക, അങ്ങനെ കവറ് കുറച്ച് കൂടുതൽ വാങ്ങാം. വരുന്ന വഴിക്ക് ഒരു തുണിഷാപ്പ് കയറിയിട്ട് സാധനം വാങ്ങാം, ഈ കവറിലിടുക. തുണിഷാപ്പ് അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുത്തേണ്ട. നമ്മുടെ നാട്ടിലാണ് പണം ആവശ്യമുള്ളത്. എല്ലാ സാധനത്തിനും ഇവിടെയാണ് വില ആദായത്തിൽ കിട്ടുന്നത്. ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങി
എയർപോർട്ടിലേക്കുള്ള യാത്രാമധ്യേ ഭാര്യയ്ക്കൊരു ഫോൺ ചെയ്യും. ഹലോ, പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമല്ലേ, ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്, എയർപോർട്ടിലേക്ക് പോകാം, എന്തെങ്കിലും വാങ്ങേണ്ടതുണ്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതില്ലേ ഇതില്ലേ. അവൾ ഇങ്ങോട്ട് പറയാൻ അയക്കാതെ എല്ലാം അങ്ങ് ചോദിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ പറയും, ഈ ഫോണ് ഒരു ഉപകാരമില്ലാത്ത ഫോണ്, എന്തെല്ലോ വേണ്ടതെന്ന് ചോദിച്ചിന്, പക്ഷെ പറയാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്ക് പിന്നെ നമ്മൾ എയർപോർട്ട് കയറി, പിന്നെ കിട്ടൂലല്ലോ. ഇങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ് മക്കളെ. ഇത് എൻ്റെ പ്രയാസം പ്രവാസികളായ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്. നിങ്ങളെ പ്രയാസം പറയാൻ വേണ്ടി നിന്നാലും വൈകുന്നേരം ആയാലും തീരൂല. ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വിഷയമൊക്കെ ഉണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, എന്താ, പ്രവാസിയുടെ പ്രയാസങ്ങളെക്കുറിച്ച് ആരും അന്വേഷിക്കൂല. ഇവിടെ വരുമ്പോൾ നമ്മളോടൊക്കെ പറയും ഇവരെ പ്രയാസം മാത്രമായിരിക്കും. അത് എൻ്റെ ഒരു വിഷയമാണ്. ഞാൻ ആദ്യമായിട്ട് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഈ കത്തുകളൊക്കെ എഴുതി തരുന്ന കാലഘട്ടമാണത്. കത്ത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കത്ത് വെച്ച് പോയാൽ തന്നെങ്കിലും ഓനെ കാണാലോ. ചെന്ന് അവിടെ പോയി, ഹലോ മുഹമ്മദ് അലി അല്ലേ? ആ മുഹമ്മദ് അലിയാണ്. ആരാ വിളിക്കണേ? ഞാൻ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നൊരു ഉസ്താദാണ്. എന്താ വിശേഷം? നിങ്ങളെ പെങ്ങളൊരു കത്തുണ്ട് എൻ്റെ കയ്യിൽ. ഉസ്താദിൻ്റെ അടുത്ത് വെച്ചോളൂ, ഞാൻ വാങ്ങിക്കൊള്ളുന്നു. ഞാൻ 40 ദിവസം കഴിഞ്ഞ് പോരുന്നത് വരെ പിന്നെ ഓൻ വിളിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം പെങ്ങളെ കത്തിൽ എന്താ ഉണ്ടാകുക എന്നുള്ളത്, വായിക്കേണ്ടിയില്ല. അപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഈ കത്തുകളിലും ഫോണിലും ഒക്കെ എന്താണ് കഷ്ടപ്പാടും വിഷമവും ഇങ്ങനെ പാർസലാക്കാണ്. എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ അവിടെ വല്ല പ്രയാസമുണ്ടോന്ന്? ചോദിക്കൂല. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ട ഒരു നല്ല മനസ്സുള്ളവരാണ്. അള്ളാഹു ആ നല്ല മനസ്സ് കൂടുതൽ നിലനിർത്തി തരട്ടെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങൾ തീർക്കുന്നത് കൊണ്ട് നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾക്കതൊരു കഷ്ടപ്പാടാകുന്നു? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജൽ, ഖുദ്സിയായ ഹദീസ്, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻ കുൻതും തുരീദൂന റഹ്മതി, അല്ലാഹു പറയാണ് എന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾക്ക് പൂതിയുണ്ടോ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് ആശയുണ്ടോ? ഫർഹമൂ ഖൽഖി, എന്റെ സൃഷ്ടികളോടെല്ലാം നിങ്ങൾ കൃപ ചെയ്യണേ. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫർഹമൂ ഖൽഖി, എന്റെ സൃഷ്ടികളോട് നിങ്ങൾ കൃപ ചെയ്തോ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തആല കൃപ ചെയ്യും. പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കുള്ളത് ഗൾഫിന്റെ മണലാരണ്യത്തിൽ ചുട്ടുപൊള്ളുന്ന ഭൂമിയിലും തണുത്തു കോറുന്ന ഭൂമിയിലും നിങ്ങൾക്കുള്ള റഹ്മത്ത് റബ്ബ് നേരിട്ട് തരുന്നതാണ്. ആ റഹ്മത്ത് നിങ്ങൾ ഇവിടുത്തെ കുടുംബങ്ങളെ എല്ലാവരെയും സ്ഥാപനങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹ് നിങ്ങൾക്ക് ഓശാരമായി തരുന്നതാണ് കേട്ടോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി ഖൽഖൻ, അള്ളാഹുവിന് ചില സൃഷ്ടികളുണ്ട്, ഖലഖഹും, അള്ളാഹു അവരെ പ്രത്യേകമായി പഠിച്ചത് ലി ഹവായിജിൻ നാസ്, ജനങ്ങൾക്കുള്ള ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പടക്കപ്പെട്ടവരുണ്ട്. ജനങ്ങൾ അവരിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫി ഹാജാത്തിയും, അവരുടെ ആവശ്യങ്ങളിൽ. അയാൾക്ക് ആ ആവശ്യമുണ്ട്, ഇയാൾക്ക് മറ്റേ ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രവാസികളായ നമ്മളെ കമ്മിറ്റി കൂടിയാൽ നമ്മൾ വന്നാൽ എത്ര ആവശ്യക്കാരാണ് വരുന്നത്. ആവശ്യക്കാർ വരുമ്പോൾ വെറുപ്പിന്റെ മുഖം കാണിക്കല്ലേ മക്കളെ. കുടുംബങ്ങളിൽ കഷ്ടപ്പെട്ടവർ വരുമ്പോൾ വെറുപ്പിന്റെ മുഖം കാണിക്കല്ലേ. അള്ളാഹു നിങ്ങളിലേക്ക് ഈ കുടുംബങ്ങൾക്കൊക്കെ വരാനുള്ള മനസ്സ് അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. നിങ്ങൾ അവരോട് നല്ല രൂപത്തിൽ വർത്തിച്ചോ. ഉലൈകൽ ആമിനൂന മിൻ അദാബില്ലാഹ്, ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്നവനെ സമാധാനിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, കൊടുക്കാൻ കഴിയുന്നത് കൊടുക്കുക, ശ്രമിക്കാമെന്ന് പറയുക, കഴിയുന്നത്ര ഉത്സാഹിച്ചു കൊടുക്കുക, അവിടുത്തെ കാര്യങ്ങൾ ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, എന്നാലും അവർക്ക് മനസ്സിന് സന്തോഷം നൽകുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവോ അള്ളാഹുവിന്റെ അദാബിൽ നിന്ന് നിങ്ങൾക്ക് കാവലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമാധാനം നൽകലും ഈ ആശ്വാസം നൽകലുമൊക്കെ ആദ്യം ലഭിക്കേണ്ടത് ആർക്കാണ്? നിങ്ങളെ രക്തബന്ധം, നിങ്ങളെ വിവാഹബന്ധം, നിങ്ങളെ അയൽവക്ക ബന്ധം, കുടുംബത്തിന്. നാട്ടിലുള്ള ആളുകൾ തമ്മിൽ അത് ഇടക്കിടക്ക് തീരുന്നുണ്ട്. കാരണം എന്താ? ഇവിടെ നിശ്ചയം, കല്യാണം, കല്യാണം, നിശ്ചയം, അങ്ങനെ ഇവിടെ ഇടക്കിടക്ക് മാറി മാറി വരുന്ന മെഹറാജ്, ബറാഅത്ത്, അതുപോലെ തന്നെ മുഹറം 10, ബദരീങ്ങൾ ആണ്ട്, നബിദിനം, ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ വരുന്നുണ്ട്. അപ്പോഴൊക്കെ കുടുംബങ്ങൾ, നാട്ടുകാർ ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്നു, കൂടിപ്പിരിയുന്നു. പഴയ കാലത്തൊക്കെ ഈ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പുണ്യദിനങ്ങളെല്ലാം. എല്ലാ പുണ്യദിനങ്ങളും അങ്ങനെയാണ്. നേരത്തെ വദക്കിറുഹും ബി അയ്യാമില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ.
അള്ളാഹുവിൻ്റെ അയ്യാമുകളെ കൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കണം. മുമ്പ് ബറാഅത്തിന് അപ്പുറത്തെ വീട്ടിൽ ഏതുണ്ടാക്കി? നെയ്യപ്പം ഉണ്ടാക്കി. ഇപ്പുറത്തെ വീട്ടിൽ ആ അടിയിലും മേലും തീയുള്ള ആപ്പത്തിനെന്താ പറയുക? ഇപ്പം അതൊക്കെ പോയി. കാലത്തപ്പം. അതാ, രണ്ട് ഭാഗത്തും തീയാണ്, അതുണ്ടാക്കി. അപ്പുറത്തെ വീട്ടിൽ ഒരു പലഹാരം വേറൊന്നുണ്ടാക്കി. മുമ്പ് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന ഒരു പലഹാരം, അതിങ്ങനെ പിടിച്ച് കടിച്ചാൽ ചക്കരയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ പൂവടാന്ന് ഞങ്ങളെ നാട്ടിൽ പറയും. അതിങ്ങനെ കടിച്ചാൽ ശർക്കര ഇതിലങ്ങനെ ഒലിക്കും. പിന്നെ നമ്മൾ ആ ഭാഗം നോക്കല്ല, ഇതാ നോക്കാം. അങ്ങനെ എത്ര ഇതെല്ലാം ഇപ്പോൾ ആരോടാ പറയണ്ടേ? ഇപ്പം നിങ്ങൾക്ക് അതെല്ലാം ഒരു മോശമായിട്ട് ഇങ്ങനെ, അതല്ലേ നമ്മൾ കുഞ്ഞുങ്ങളായപ്പോൾ ഉണ്ടായതല്ലേ. നമ്മൾ നാട്ടിൽ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ? ഈ വക കിസ്സകളൊക്കെ ഒന്ന് ഇരുന്ന് പറയണം, മക്കളെ കേൾക്കത്തക്ക രീതിയിൽ. മക്കളെ കേൾക്കത്തക്ക രീതിയിൽ കിസ്സകളൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പം എന്താണ്, ഞാൻ എൻ്റെ ഒരു ചെറിയ ചങ്ങായിണ്ട്, ഭയങ്കര വളവന. യാ റബ്ബേ, എന്ത് ജാതി വളവനാ നിങ്ങൾ? ഞാൻ ഒരു ദിവസം വീട്ടിൽ ഈ മുരിങ്ങൻ്റെ താളിപ്പ് കറിയാണ്. കുട്ടികൾക്കാർക്കും അതത്ര ഒരു ഇതില്ല. അപ്പം ഞാൻ എൻ്റെ ചെറിയ മോനോട് പറഞ്ഞു, മോനെ ഇത് കഴിച്ചോ, ഇത് കണ്ണിൻ്റെ കാഴ്ചക്ക് മറ്റൊക്കെ ഇലൻ്റെ കറികളൊക്കെ വളരെ ഉഷാറാണ്, അതുകൊണ്ട് ഇലൻ്റെ കറിയൊക്കെ കഴിച്ചോ, കണ്ണിൻ്റെ കാഴ്ചക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു ചെറിയ ചങ്ങായിനോട്. അപ്പോൾ ഓൻ്റെ മൂത്ത ആളോട് പറയാം, അത് തന്നെ എന്നാൽ ഉമ്മാമ്മ ബെറ്റിലെ വല്ലാണ്ട് തിന്നുണ്ട്. എങ്ങനെയുണ്ട് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മൾ എഴുതുന്നതിൻ്റെ അപ്പുറം ഒരു വായിക്കൽ കഴിയും. അതാണ് മക്കളുടെ സ്ഥിതി. ഈ മക്കളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ, അപ്പം ഞാൻ ഈ മക്കളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ഉമ്മ പറയാം, നീ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? ഇപ്പം കുട്ടികളോട് ദേഷ്യം പിടിക്കാം. അപ്പം ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള കഥ ഉമ്മയെ കൊണ്ടൊന്ന് പറയിപ്പിച്ച് അത് കേൾക്കാൻ എന്തൊരു കൗതുകം. ഉമ്മാക്കാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞു തരാൻ എന്തൊരു ഉഷാറ്. സിറാജുല്ലുദീക്ക് വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഉമ്മ വിഷയം അവതരിപ്പിക്കുന്നത് കേൾക്കുന്നൊരു ഉമ്മാക്ക് എന്താ സുബ്ഹാനല്ലാഹ്. ഉമ്മ ഇങ്ങനെ കിസ്സ പറയാം, നമ്മളതിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ ഉമ്മാൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്നത്? ഉമ്മാൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഉമ്മയെ സന്തോഷിപ്പിക്കൽ, വാപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വാപ്പയെ സന്തോഷിപ്പിക്കൽ. പ്രവാസി സുഹൃത്തുക്കളെ, 8 മാസം 10 മാസം 1 വർഷം 2 വർഷം 10 വർഷമൊക്കെ ഗൾഫിൽ നിന്ന് താമസിച്ച് വന്നിട്ട് നിങ്ങൾക്ക് തിരക്ക് കൂടിയോ? നിങ്ങൾക്ക് ധൃതി കൂടിയോ? ഉമ്മയുടെ കൂടെ ഒരു ദിവസം ഫുള്ളായി താമസിച്ചിട്ട് പഴയ കാലത്തെ കിസ്സയൊക്കെ ഒന്ന് ഉമ്മയെ കൊണ്ട് പറയിപ്പിച്ച് ഉമ്മയുടെ സന്തോഷം വാങ്ങാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ല അല്ലേ? അതിന് നിങ്ങൾക്ക് സമയമില്ല അല്ലേ? എത്രയാണ് നമുക്കുള്ള നഷ്ടം? നമ്മുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട മണിക്കൂറുകൾ ഉമ്മയുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ, ഉമ്മയുടെ മനസ്സിന്റെ സ്നേഹം വാങ്ങാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് നമ്മൾ പ്രത്യേകമായി കണക്കിലെടുക്കണം. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തിൽ ഏറെ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, സ്വർഗത്തിൽ ഓരോ ആളുകൾക്കും ഒരു കൂട്ടുകാരുണ്ടല്ലോ, എൻ്റെ സ്വർഗത്തിലെ കൂട്ടുകാരനെ ഒന്ന് എനിക്ക് കാണിച്ചു തരാമോ? മൂസാ നബി അലൈഹിസ്സലാം ആഗ്രഹം പ്രകടിപ്പിച്ചു അള്ളാഹുവിന് മുമ്പിൽ. മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു തആല വിളിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങളുടെ അടുത്ത മാർക്കറ്റിൽ നിങ്ങൾ പോവുക. കാലത്ത് ആ മാർക്കറ്റിൽ ചെന്നാൽ നിങ്ങൾക്കൊരാളെ കാണാം. അദ്ദേഹം മാർക്കറ്റിൽ താമസിക്കുന്ന മുതലാളിമാരും ഉദ്യോഗസ്ഥന്മാരോടുമൊക്കെ അവരുടെ പഴയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് അലക്കിയ വസ്ത്രം തിരിച്ചങ്ങോട്ട് കൊടുക്കുന്നത് കാണാം. പഴയ വസ്ത്രം വാങ്ങുക, അത് കൊണ്ടുപോയിട്ട് അലക്കുക, പിറ്റേ ദിവസം വരുമ്പോൾ അലക്കിയ ഡ്രസ്സ് തിരിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാം. അയാളെ പിന്തുടർന്നോ? മൂസാ നബി നോക്കി നടന്നു, ആളെ കണ്ടെത്തി. അയാൾ പഴയ ഡ്രസ്സുകൾ വാങ്ങുന്നു, അലക്കിയത് തിരിച്ചു കൊടുക്കുന്നു. ഞാൻ അലക്കിയൊക്കെ തിരിച്ചൊക്കെ വാങ്ങിയിട്ട് ആ ഡ്രസ്സുകളൊക്കെ അലക്കി റെഡിയാക്കി വെച്ചിട്ട് അദ്ദേഹം മാർക്കറ്റിൽ വന്ന് മാംസങ്ങളും സാധനങ്ങളും വാങ്ങി ഒരു ചെറിയ കീസിലാക്കി നടക്കുന്നു. കുറേ ദൂരം നടന്നു. മൂസാ നബി അലൈഹി സ്വലാം പുറകിൽ തന്നെ. അങ്ങനെ നടന്ന് ഒരു കൊച്ചു കൂരയിലേക്ക് അയാൾ അങ്ങ് കയറി. മൂസാ നബി മുറ്റത്ത് അങ്ങനെ നിന്നു. മൂസാ നബി ശ്രദ്ധിച്ചു, ഞാൻ കൂരയിലേക്ക് കയറിയിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ അകത്ത് ചെന്ന ഉടനെ കയ്യിലുണ്ടായിരുന്ന ഈ സാധനങ്ങളൊക്കെ, ഭക്ഷണങ്ങളൊക്കെ ഒരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചു. റൂമിന്റെ വാതിൽ തുറന്നു. അവിടെ ഒരു പ്രായമായി ചൂരൽ ഒരു കട്ടിലിങ്ങനെ വളഞ്ഞു കിടക്കുന്ന പ്രായമായ ഉമ്മയുണ്ട്. ആ ഉമ്മയെ ഈ ചെറുപ്പക്കാരൻ ചെന്ന് നോക്കുമ്പോൾ രാവിലെ പോയിട്ട്
ചെറുപ്പക്കാരൻ തിരിച്ചു വരുന്നതിനൊക്കെ ആ ഉമ്മ അവിടെ മൂത്രമൊഴിച്ചതുണ്ട്, തുപ്പിയതുണ്ട്. നമ്മുടെ ഭാഷയിൽ ആ ഉമ്മയുടെ കൊളാമ്പിയും ആ ഉമ്മയുടെ വസ്ത്രങ്ങളും ഇതൊക്കെ അഴിച്ചു വെച്ചു, അതൊക്കെ മാറ്റി പുതിയതൊക്കെ ധരിപ്പിച്ചു കൊടുത്തു. ആ ഉമ്മയുടെ കൊളാമ്പിയൊക്കെ കഴുകി വെച്ചു. ആ ഉമ്മയുടെ റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഭക്ഷണം ആ മോൻ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഉമ്മയെ ഇങ്ങനെ ചുമരിലേക്ക് താങ്ങിക്കടത്തി. ആ ഉമ്മയുടെ തല ഇങ്ങനെ ചുമരിലേക്ക് വെച്ചിട്ട് ഭക്ഷണം ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെമിണ്ടി പാകപ്പെടുത്തിയിട്ട് ആ ഉമ്മയുടെ വായിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഓരോ ഭക്ഷണവും ആ ഉമ്മ താഴോട്ടിറക്കിയിട്ട് ആ ഉമ്മ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ജഅൽ ഇബ്നി ഹദാ ജലീസ മൂസാ ഫിൽ ജന്നാ. റബ്ബേ, എൻ്റെ ഈ പ്രിയപ്പെട്ട മോനെ മൂസാ നബിക്ക് സ്വർഗത്തിൽ കൂട്ടുകാരനാക്കണേ അല്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാം നിറക്കണ്ണുകളോടെ കണ്ട രംഗം കിതാബുകൾ കാണാം. നമുക്ക് അമ്പിയാക്കൾക്കൊപ്പം, നമുക്ക് മഹാന്മാർക്കൊപ്പം സ്വർഗത്തിൽ പ്രവേശനമുണ്ടെന്ന് ബോധം നമുക്ക് വേണം. അതുണ്ടാകണോ? കുടുംബത്തെ നോക്കണം. പ്രവാസി കുടുംബം. നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധത്തിലെ കുടുംബം, വിവാഹബന്ധത്തിലെ കുടുംബം, മുലകുടി ബന്ധത്തിലെ കുടുംബം, അയൽവക്കം എന്ന കുടുംബം, നമ്മൾ സംഘടനാ കുടുംബം എന്ന രീതിയിലാണ് നാം ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊരു ഈമാനിക കുടുംബമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു നിലനിർത്തുമാറാവട്ടെ. ഇതിൻ്റെ 100 ഇരട്ടി നിലനിർത്തേണ്ട മറ്റൊന്നാണ് നമ്മുടെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിലുള്ള കുടുംബങ്ങൾ. കുടുംബങ്ങളിലേക്ക് മക്കളുമായി പോയി കുടുംബയാത്ര ചെയ്യുക, കുടുംബങ്ങളെ ഇങ്ങോട്ട് വിളിക്കുക. സാധിക്കുന്നവർ സാധിക്കുന്നത് പോലെ ചെയ്താൽ മതിയല്ലോ. സുബ്ഹാനല്ലാഹ്, എനിക്ക് കഴിവുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം നോമ്പ് തുറപ്പിച്ചത് 300 ആളുകളെയാണ് എന്ന് വെച്ചോ. ഉദാഹരണത്തിന് എൻ്റെ അനുജന് കഴിവില്ല. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിനക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിവില്ലെങ്കിൽ നല്ലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? നീയും ഭാര്യയും 2 മക്കളും നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കണമല്ലോ. അതിൽ ഒരു 5 പത്തിരി കൂടുതൽ ഉണ്ടാക്കുക ദിവസം. ഒരു ദിവസം ഒരാളെ വിളിക്കുക, അയൽവാസിയായ ഒരാളെ വിളിച്ചു ഒരു ദിവസം. 2ാമത്തെ ദിവസം വേറൊരാളെ വിളിച്ചു. 3ാമത്തെ ദിവസം വേറൊരാളെ വിളിച്ചു. 30 ദിവസവും ഓരോരാളെ തുറപ്പിച്ചപ്പോൾ 30 ആളെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അവനിക്കും ഉറച്ചു. കഴിവുള്ളത് കൊണ്ട് എനിക്ക് 300 ആളെ തുറപ്പിക്കാൻ വേണ്ടി പറ്റി, എനിക്ക് കഴിവില്ലല്ലോ എന്ന് ഒഴിയലല്ല. അയൽവാസി കുടുംബം, രക്തബന്ധത്തിലെ കുടുംബം, വിവാഹബന്ധത്തിലെ കുടുംബം. ഇവിടെയാണ് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറഞ്ഞത്, സഹോദരിമാരെ, ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് പോകാൻ, ആ കുടുംബത്തിലെ ആളുകളെ വിവരമറിയാൻ, അവരെ സഹായിക്കാൻ നിങ്ങളെ ഭാഗത്തുനിന്നാണ് പ്രേരണ വേണ്ടത്. ഭർത്താക്കന്മാരെ, ഭാര്യയുടെ കുടുംബത്തിലേക്ക് പോകാൻ, അവരെ സഹായിക്കാൻ, അതിനുള്ള പ്രേരണ നിങ്ങളെ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. അങ്ങനെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഭാര്യയുടെ ഭാഗത്തു നിന്നും ആ രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ താല്പര്യം ജനിക്കുമ്പോൾ കുടുംബങ്ങൾ തമ്മിലുള്ള ഇസ്ലാം വളരെയധികം ആഘോഷങ്ങളായി കൊല്ലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആഘോഷങ്ങൾ ഇസ്ലാം വെച്ചു. ഒന്ന് ചെറിയ പെരുന്നാൾ, ഒന്ന് വലിയ പെരുന്നാൾ. ആ 2 പെരുന്നാൾ ദിവസത്തെക്കുറിച്ചും ഖുതുബയിൽ നമ്മൾ കേട്ടത് എന്താണ്? യൗമുസ്സീനത്തി വൽ ഈദ്, യൗമു ജിത്തിമാഇൽ ഖരീബി വൽ ബഈദ്. ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു പോകുന്നു. നമുക്ക് 2 കടമ. ഒന്ന്, ഉടമസ്ഥനായ റബ്ബുമായി നേരിൽ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കടമ നിർവഹിക്കുക. 2, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതിൽ പെരുന്നാളിന് നിസ്കരിക്കണം, അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. തക്ബീർ ചൊല്ലണം, അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കണം, അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടതാണ്. അവർക്കൊക്കെ പുതുവസ്ത്രമുണ്ടോ എന്ന് നോക്കണം, അത് ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരങ്ങൾ നടത്തണം, ജനങ്ങളുമായി ബന്ധപ്പെട്ട. 2ഉം ചേർന്നതാണ്. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ നേതാവ് സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ളുഹർ നിസ്കരിച്ചാൽ അസറാകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു, അസർ നിസ്കരിച്ചാൽ മഗ്രിബി ആകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു, മഗ്രിബി നിസ്കരിച്ചു ഇശാ ആകുമ്പോഴേക്ക് ഖുർആൻ ഒരു ഖത്തം തീർത്തു. അത് അവരുടെ ലോകമാണ്. അത്രയും വലിയ ഇബാദത്തിന്റെ മഹാൻ. ആ മഹാനവറുകൾ റിഫായി ശൈഖിന്റെ നാട്ടിൽ അക്കാലത്ത് ചന്തയുണ്ട്. ചന്ത. ഇപ്പൊ പിന്നെ ചന്തല്ല. ഉണ്ടോ? ചന്ത എന്ന് പറഞ്ഞാൽ അറിയുന്നു അല്ലേ? ഇപ്പൊ ചന്ത ഉണ്ടോ? കുറഞ്ഞു അല്ലേ? മുമ്പെന്താണ്? ഏറ്റവും ലാഭകരമായ സാധനങ്ങളൊക്കെ, എല്ലാ സാധനങ്ങളും കിട്ടലൊക്കെ ചന്തയിൽ. ഇപ്പൊ ഇനി ചന്തന്റെ ആവശ്യമില്ല. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, എന്തെല്ലാം ഓഫറുകളാണ്. യാ റബ്ബെ, മുലക്കുപ്പി വാങ്ങിയാൽ കുട്ടി ഫ്രീ ആണ്. അങ്ങനത്തെ കാലഘട്ടമായി. പിന്നെ ചന്തന്റെ ആവശ്യം എന്താ? അപ്പൊ ചന്തന്റെ ആവശ്യം ഇപ്പൊ കുറഞ്ഞു. അന്നതല്ല, ചന്തയിലാണ് എല്ലാ സംഗതികളും കിട്ടാറുള്ളത്. യാ റബ്ബ്. അപ്പൊ ആ ചന്തയുടെ ദിവസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ ചന്ത നടക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ
ആ ദിവസത്തിലെ ഇബാദത്തുകൾ വളായിഫുകളൊക്കെ നേരത്തെ ചെയ്തു തീർത്തിട്ട് വളരെ കാലത്ത് ബഹുമാനപ്പെട്ടവർ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന റോട്ടിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. എന്താ കാത്തു നിൽക്കുന്നത്? ചന്തയിലേക്ക് മുതലാളി പോകുന്നു, തൊഴിലാളി പോകുന്നു, കച്ചവടക്കാർ പോകുന്നു, ബിസിനസ്സുകാർ പോകുന്നു, വ്യാപാരികൾ പോകുന്നു. ആ കൂട്ടത്തിൽ അവരൊക്കെ ജീവിതത്തിന് വഴി കണ്ടെത്തുന്ന അതേപോലെ തന്നെയാണ് കണ്ണ് കാണാത്ത ആള്, സംസാരിക്കാൻ പറ്റാത്ത ആള്, നടക്കാൻ പറ്റാത്ത ആള്, അവരും ഒക്കെ ചന്തയിലേക്ക് പുറപ്പെടുന്നുണ്ട്. പക്ഷേ ചന്തയിലേക്ക് വഴിയറിയാതെ കണ്ണ് കാണാത്ത ആള് വഴിതെറ്റിപ്പോകുന്നു. ചന്തയിലേക്ക് നടക്കാൻ കഴിയാതെ വേച്ച് ചന്തി വെച്ച് നിരങ്ങി നടന്ന് അങ്ങോട്ടേക്ക് എത്താൻ ചന്ത സമയം കഴിഞ്ഞിട്ടും പുറപ്പെട്ട ആൾ ചന്തയിലെത്തുന്നില്ല. ഇങ്ങനെ കഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവരെ പ്രതീക്ഷിച്ചുകൊണ്ട് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുകയാണ്. അതാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു ദിവസം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു കാത്തു നിൽക്കുമ്പോൾ ഇങ്ങനെ ചന്തി വെച്ചിട്ട് ഇങ്ങനെ വേച്ച് നിരങ്ങി വരുന്ന ആളെ കണ്ടപ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നു. അദ്ദേഹത്തെ വാരി എടുത്തിട്ട് ചുമലിൽ വെച്ചു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും കൊണ്ട് ചുമന്നുകൊണ്ട് വഹിച്ചുകൊണ്ട് ചന്തയിലേക്ക് പോകുമ്പോൾ അതാ കണ്ണ് കാണാത്ത ആൾ നടന്നു പോകുന്നു. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിടിച്ചു. ഒരു കയ്യിൽ കണ്ണ് കാണാത്ത ആളെയും ഒരു ചുമലിൽ നടക്കാൻ വയ്യാത്ത ആളെയും വഹിച്ചുകൊണ്ട് ചന്തയിലേക്ക് കയറി ചെല്ലുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ശൈഖ് തങ്ങളെ ഫോട്ടോ നിങ്ങളെ മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. റിഫായി ശൈഖ് തങ്ങളെ വരെ ചന്തയിലിരുത്തിയിട്ട് മാർക്കറ്റുകാരോട്, കച്ചവടക്കാരോട്, അതാ ഞാൻ ഇരിക്കുന്ന ആൾക്ക് നടക്കാൻ വയ്യാത്ത ആളാണ്, നിങ്ങളെ സദക്കയും നിങ്ങളെ സംഭാവനകളും അദ്ദേഹത്തിന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം, അയാൾ കണ്ണ് കാണാത്ത ആളാണ്, അയാളെ നിങ്ങൾ സഹായിക്കണം. ഓർത്തു നോക്കൂ സഹോദരന്മാരെ, ഇതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച രീതി. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു നാട്ടിൽ പട്ടികൾക്ക് രോഗമായി. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പന്നിപ്പനി എന്ന് പറഞ്ഞല്ലോ ഇല്ലേ, ഇപ്പൊ അതെല്ലാം കൂടി H1N1 എന്നൊക്കെ ആക്കി മാറ്റിയതാണ്. സംഗതി പന്നിപ്പനി തന്നെയാണ്. പട്ടിക്ക് പനി ഉണ്ടായി, പട്ടിക്ക് രോഗമായി, പട്ടിക്ക് പനി പിടിച്ചിട്ട് വിറവിറച്ചുകൊണ്ട് ശരീരത്തിനൊരു പഴുപ്പ്, ആ പഴുപ്പ് പൊട്ടിയിട്ട് രോഗം, മാംസങ്ങൾ കൊഴിഞ്ഞു പോകുക. റിഫായി ശൈഖിന്റെ മുന്നിൽ പട്ടി കരഞ്ഞുകൊണ്ട് വന്നു. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? റിഫായി ശൈഖ് തങ്ങൾ ആ പട്ടിക്ക് താമസിക്കാൻ ചെറിയൊരു കൂര ഇങ്ങനെ ഉണ്ടാക്കി, നമ്മളെ ഈ കൊട ഇങ്ങനെ പൂട്ടി വെച്ചതുപോലെ ഒരു കൂടിങ്ങനെ ഉണ്ടാക്കി. ആ കൂട്ടിനകത്ത് ഇല വെട്ടിയിട്ട് വെച്ചു. റിഫായി ശൈഖ് തങ്ങൾ പട്ടിക്ക് അവിടെ വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ മലമുകളിൽ കയറി പറിമരുന്നുകൾ പറിച്ചുണ്ടാക്കി, ജെയ്ത്തെണ്ണയിൽ വെച്ച് കാച്ചി, അത് പക്ഷിയുടെ തൂവലെടുത്തു, എന്നിട്ട് പട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. പച്ചമരുന്ന് ചികിത്സ ഒരു കോഴ്സാണ്. 40 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കി പട്ടി ആരോഗ്യവതിയായി പുറത്തു വന്നപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു, അല്ല റിഫായി ശൈഖ് തങ്ങളെ, നിങ്ങൾ ഈ പട്ടി ഇങ്ങനെ ചികിത്സിക്കാൻ? ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രോഗം ആർക്ക് വരും കണക്കാക്കാൻ പറ്റിയതല്ല. മനുഷ്യനായാലും പട്ടിക്കായാലും രോഗം നൽകുന്നത് ആരും ചോദിച്ചു വാങ്ങിയതല്ല, അള്ളാഹു കൊടുക്കുന്നതാണ്. പട്ടികളെല്ലാവരും കൂടിയാൽ ഈ രോഗത്തിന് ചികിത്സ അറിയില്ലല്ലോ. ചികിത്സ അറിയുന്നത് നമുക്കല്ലേ. ആ പട്ടി വേദനിച്ച് നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞിട്ട് അതിന് ചികിത്സിക്കാതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്ന സമയത്ത് ഈ പട്ടി റബ്ബിനോട് പറയാണ്, റബ്ബേ, അഹ്മദുൽ കബീർ നല്ല ആളായിരിക്കും, വലിയ ആളായിരിക്കും, സംഗതി ശരിയാണ്, വേദന സഹിച്ച് പെടപടച്ചുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് മരുന്ന് തരാത്ത ആളാണ് കേട്ടോ എന്ന് സിറാത്ത് പാലത്തിന്റെ അടുത്ത് പട്ടി എന്നെ സംബന്ധിച്ച് കേസ് പറഞ്ഞാലോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് ചെയ്യണം, അള്ളാഹുമായി ബന്ധപ്പെട്ടത് ചെയ്യണം. അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, രണ്ടുമാണ് ദീൻ, രണ്ടുമാണ് ദീൻ. അഖീമുസ്സലാത്ത വആത്തുസ് സക്കാ, രണ്ടും ആണ് ദീൻ. അനിഷ്കുർലി വലിവാലിദൈക്, രണ്ടും ചേർന്നതാണ് ദീൻ, രണ്ടും ചേർന്നതാണ് ദീൻ. അപ്പോ അള്ളാഹുവിന്റെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ടത് ചെയ്യണം, അള്ളാഹുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, എഴുത്തിക്കാപ്പ്, സ്വലാത്ത്, അതെല്ലാം ആ അള്ളാഹുമായി നേരിൽ ബന്ധപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ആ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, അങ്ങനെ അങ്ങോട്ട് ധാരാളം. പിന്നെ ഗൾഫ് സുഹൃത്തുക്കളെ കൊണ്ട്, പ്രവാസി സുഹൃത്തുക്കളെ കൊണ്ട് നമ്മുടെ നാട്ടിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. അത് നിങ്ങളൊക്കെ വിചാരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഒന്ന്, അതിന് പുറമെ 2 മാറ്റങ്ങൾ. ഒന്ന്, ആളുകളൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തുടങ്ങി. സലാം പറയാൻ ആൾക്കാർ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഈ ഗൾഫ് സുഹൃത്തുക്കൾ വന്നപ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അപ്പോൾ ഒരു സലാം പറയൽ കൂടിയിട്ടുണ്ട്.
ആ സലാം പറഞ്ഞാൽ തന്നെ 2 കൈ ഉണ്ടായാലും അതിന് കിട്ടാൻ വലിയ പണിയാണ്. കൈ 2 എനിക്ക് ആഫിയത്തോടു കൂടെ ഉണ്ടെങ്കിൽ ഒരു കൈ കൊടുക്കാൻ ആളുകൾ ഇങ്ങനെ മടിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വന്നപ്പോൾ അസ്സലാമു അലൈക്കും ഓരെല്ലാവർക്കും ഒരു കൈ കൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് പഠിച്ചതാണ് അൽഹംദുലില്ലാ. നിങ്ങൾ ആ പഠിച്ച നല്ലത് ഇവിടെ ചിലവാക്കിയപ്പോൾ അത് വലിയൊരു കാര്യമായി. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ നിങ്ങൾ അതേപോലെ തന്നെ ഗൾഫിൽ പോയി വരുന്ന നമ്മളെ പെണ്ണുങ്ങൾ ഹുർലിയും പർദ്ദക്കാർ നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മളെ ഗൾഫിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ എന്താണ്, ചെറിയ പെൺകുട്ടികളും വലിയവരും ഒക്കെ നല്ല പർദ്ദ ധരിച്ചിട്ട് അവർ നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് എല്ലാവർക്കും പർദ്ദ. അപ്പം ഈ പർദ്ദ ധരിക്കാൻ തുടങ്ങി നോക്കുമ്പോൾ അൽഹംദുലില്ലാ നമ്മളെ നാട്ടിൽ നല്ലൊരു വിപ്ലവമായി. ഞങ്ങൾ ഉസ്താദന്മാർ എത്ര കാര്യം കരഞ്ഞു, മക്കളെ ഈ സാരി നല്ലതല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കരച്ചിലൊന്നും ആളുകൾ കേട്ടില്ല. നിങ്ങൾ അവിടുന്ന് കുറച്ച് നല്ല പർദ്ദയെല്ലാം ധരിച്ചിട്ട് ഇവിടെ വന്ന് നല്ല റാഹത്തായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അതിപ്പോൾ ഒരു ഫാഷനായി. ഇപ്പോൾ ഫാഷൻ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് മാത്രം അല്ലാഹ് കാക്കട്ടെ. യാ അല്ലാ, ഇന്നാണ് ഞാൻ 3 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകുന്നത് കണ്ടു. വണ്ടിയിൽ ഇങ്ങനെ പോകും. എങ്ങനെ എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഈ കറുത്ത പർദ്ദ തന്നെ, ഒറ്റൊന്ന് തല മറച്ചിട്ടില്ല. തലയിലിടുന്ന തട്ടങ്ങനെ ചുമലിൽ വീണ് കിടക്കുന്നത്. ഇത് വലിയ ദുൽമാണ്. ഇത് വലിയ ദുൽമാണ് ചെയ്യുന്നത്. എന്താ, നേരത്തെ സാരിയും ചുറ്റിട്ട് തല മറക്കാണ്ട് പോകണണ്ട ഏതാ ജാതി എന്ന് തിരിയില്ലായിരുന്നു. ഇപ്പം ഇത് ഇട്ടതോടുകൂടെ ജാതി തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഞാൻ തലയിൽ കെട്ടിയ ഒരു മൊയ്ലാരാണ്, ഞാൻ ഇങ്ങനെ തുണി മടക്കുത്തിയിട്ട് പോകണണ്ട എങ്ങനെ ഉണ്ടാവും? അല്ല, ഞാൻ ചെറിയൊരു മൊയ്ലാരെന്നല്ല, കാര്യമായ മൊയ്ലാരല്ല. ഞാനിങ്ങനെ ഇതെല്ലാം തുണി മാടിക്കെട്ടിയിട്ട് പോകണണ്ട നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതേ തോന്നൽ നമുക്ക് തോന്നുന്നുണ്ട് ഈ പെണ്ണുങ്ങൾ പർദ്ദട്ടിട്ട് ഏതിടാണ്ട് തല മറക്കാണ്ട് പോണതാണ്. ഇത് നിങ്ങൾ ഇസ്ലാമിനെ പരസ്യമായി അവഹേളിക്കലാണ്. ചെയ്യല്ല മക്കളെ, ചെയ്യല്ലേ. അങ്ങനെ നിങ്ങൾക്ക് തല മറച്ചുകൂടാന്നുണ്ടോ? എന്നാ പിന്നെ ഇത് അങ്ങ് ഒഴിവാക്കി. എന്നാ പിന്നെ നമ്മൾ ജാതി ഏതാൻ തിരിയില്ല. എന്താ ഉസ്താദേ, ഇയാൾ വളരെ ഗൗരവത്തിലാണ് വിഷയം നോക്കുന്നത്. അതാ നമ്മൾ ഓതുന്നേ ഇയാൾ കുറച്ച് ഗൗരവമാക്കി. പിന്നെ ഇരിക്കട്ടെ, അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട്, നിങ്ങൾ വിചാരിച്ചാൽ നല്ലൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും, നല്ലൊരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുന്ന 3 കാര്യം. ഒന്ന്, അഖീദയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കും. എന്താണത്? ഇവിടെയൊക്കെ ആളുകൾക്കൊരു ധാരണയുണ്ട്, ഇവിടെ ഈ കേരളത്തിൽ ഈ സമസ്തയും ബാക്കിയുള്ളതൊക്കെ കൂടെ ആയിട്ട് ഇവിടെ ഉള്ളൂ ഈ മാലിയും മൗലിദും ബാക്കിയുള്ളതും അതും ഇതും എന്നൊരു ധാരണ. നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ കുടുംബങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് കുടുംബങ്ങളോട് കിസ്സ പറയാം. കിസ്സ പറയാൻ കാലല്ലാഹു പറയുന്നും വേണ്ടല്ലോ. കിസ്സ പറയാൻ കുറേ വൈഭവം ഉണ്ടാകുക, കുറേ ഭാഷാശുദ്ധി ഉണ്ടാകുക, അതൊന്നും വേണ്ടതില്ല. ഭക്ഷണമൊക്കെ കഴിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ കിസ്സ പറയാം നമ്മൾ തമ്മാവര്. ഞാൻ കിസ്സ പറയുമ്പോൾ സൗദിയിലെ കഥ പറയാം. എത്ര സുന്നികളായ ആളുകളാണ് അവിടെ, എന്താ അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തി. അറബികളിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. ഞാനവിടെ ബുർദന്റെ മജ്ലിസിൽ പോകാറുണ്ട്, ഞാനവിടെ മൗലിദിന്റെ മജ്ലിസിൽ പോകാറുണ്ട്. അപ്പം അവിടെ മൗലിദുണ്ട്, അവിടെ ബുർദയുണ്ട്. അവിടെ നിങ്ങൾ പറയും ഇപ്പം റമളാനു ഷരീഫ് അടുത്തു, റമളാനു ഷരീഫ് അടുത്തു. ഞാൻ കൂടുതൽ ഖത്തറിലും UAE-യിലും അതുപോലെ തന്നെ ബഹ്റൈനിലും അവിടെയൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. എന്താണ്, നോമ്പ് തുറക്കേണ്ട ടൈമാകുമ്പോൾ അറബികളെ വീട്ടിൽ നിന്ന് ഭക്ഷണം വരുന്നു. ഏത് ഭാഗത്ത് എവിടേക്ക് വരുന്നു? പള്ളിയിലേക്ക് ഭക്ഷണം വരുന്നു. അടുത്ത വീടുകളിൽ നിന്നൊക്കെ പള്ളിയിലേക്ക് ഭക്ഷണം. അതുപോലെ തന്നെ വീട്ടുകാർ ആ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഈ വീട്ടിലേക്ക്, ഇവിടുത്തെ ഭക്ഷണം ആ വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നു. ഇത് അവർ തമ്മിലുള്ള കുടുംബ ബന്ധവും മാനുഷിക ബന്ധവും ഊട്ടി ഉറപ്പിക്കാൻ ആർക്ക് വേണ്ടിയാണ് പള്ളിയിലേക്ക് ഭക്ഷണം കൊടുത്തയക്കുന്നത്? ഒരുപാട് നാട്ടിൽ നിന്ന് തൊഴിലാളികളായി കഴിയുന്നവരും മറ്റും യാത്രക്കാരും മറ്റുമൊക്കെ പള്ളിയിൽ നോമ്പ് തുറക്കാൻ എത്തിയപ്പോഴും അവരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടുകാർക്ക് കഴിക്കാനുണ്ടാക്കിയ ബിരിയാണി ഏതാണോ അതേ ബിരിയാണിയും അലീസയും പള്ളിയിലേക്ക് കൊടുത്തയക്കുന്ന പതിവ് അറബികൾക്കുണ്ട്, ഇല്ലേ? അറബികൾക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ആദ്യം അവർ എവിടെയും കൊടുത്തയക്കുന്നു, പരിസരത്തുള്ള വീടുകളിലേക്ക് കൊടുത്തയക്കുന്നു. ആ അറബിയിൽ നിന്ന് ജോലി ചെയ്തിട്ട് ചെറിയ കാശ് കിട്ടിയിട്ട് നമ്മൾ വീടുണ്ടാക്കി, വീടിന് മതിൽ കെട്ടി, നമ്മളുണ്ടാക്കിയ ഭക്ഷണം നമ്മക്ക് മാത്രം, ആർക്കും കൊടുക്കൂല. നിങ്ങളൊരു വിപ്ലവത്തിന് ഒരുങ്ങണം. പഴയ കാലത്ത് അറബികൾ ഇന്ന് ചെയ്യുന്നത് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ബറാഅത്തിനും മെഹ്റാജിനും റബീഉൽ അവ്വലും അവിടെ ഉണ്ടാക്കിയ ചക്കരച്ചോറ് ഇവിടെ കൊടുത്തേക്കും, ഇവിടുത്തെ കൽത്തപ്പ അങ്ങോട്ട് കൊടുത്തേക്കും, അവിടുത്തെ പത്തിരി ഇങ്ങോട്ട് കൊടുത്തേക്കും, അവിടുത്തെ പൂവട അങ്ങോട്ട് കൊടുത്തേക്കും. ഞാൻ 70-ൽ ഓത്താരംഭിച്ചപ്പോൾ ദർസ് നിർത്തി വീട്ടിൽ വന്നത് ബറാഅത്തിൻ്റെ അന്നാ. അസർ നിസ്കരിച്ചിട്ട് യാസീൻ ഓതാൻ തുടങ്ങി.
എല്ലാ വീടുകളിലും നടന്നിട്ട് ഏകദേശം സുബൈയായിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ. അന്നെങ്ങനെ യാസീൻ ഓതുന്നത്? ഒരു വീട്ടിൽ പോയി യാസീൻ ഓതാൻ തുടങ്ങിയപ്പോൾ 4 വീട്ടുകാർ ചുറ്റുഭാഗത്തുള്ളവരൊക്കെ വന്നു. അവരൊക്കെ കൂടി ഒരു പലഹാരമൊക്കെ കഴിച്ച് യാസീൻ ഓതിയായിരുന്നു അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പോൾ ആ വീട്ടുകാരൊക്കെ അങ്ങോട്ട് വന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി, ആ വീട്ടുകാരൊക്കെ അങ്ങോട്ട് വന്നു. ഈ ഒരു ബന്ധം മനസ്സും ശരീരവും തമ്മിൽ അടുത്തിരിക്കൽ ഒരു കഴിവല്ല, ആണോ? ശരീരത്തെ തമ്മിൽ അടുപ്പിച്ചിരുത്തലൊരു കഴിവാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആർക്ക് അവാർഡ് കൊടുക്കണം? അള്ളാഹ്. നമ്മളെ കോഴിക്കോട് പോണ ടൗൺ ബസ് അതാ, ആ ടൗൺ ബസ്സിലെ കണ്ടക്ടർ മുന്നോട്ട് എന്ന് പറഞ്ഞു. നമ്മൾ നേരാന്ന് വിചാരിച്ച് പോയിട്ട് മുന്നോട്ട്. എന്നിട്ടോ ടൗൺ ബസ്സിൽ ഇങ്ങനെ നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിറഞ്ഞ്, അത് ലിംഗ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, നിറ വ്യത്യാസമില്ല, എല്ലാവരും അടുത്ത്. ആരെങ്കിലും ആ ബസ്സിലേക്ക് നോക്കിയിട്ട് പറയാറുണ്ടോ ഇവർ തമ്മിൽ ഐക്യത്തിലാ? ഈ ബസ്സിൽ നല്ല യോജിപ്പാ, നല്ല ഐക്യാന്ന് ആരും പറയല്ല. എന്തുകൊണ്ട്? ശരീരം കൊണ്ട് മാത്രമേ അടുത്തിട്ടുള്ളൂ, മനസ്സുകൊണ്ട് പോലും ആരും തമ്മിൽ അറിയന്നല്ല. അവർ സ്റ്റോപ്പിൽ നിർത്തണമെന്നില്ല, റെയിൽവേ ഗേറ്റ് അടച്ചാലും ഇതിൽ നിന്ന് കുറേ ആൾ ഇറങ്ങിപ്പോകും. അങ്ങനത്തെ ബന്ധമാവുമല്ലോ തമ്മിൽ അടുത്ത് നിൽക്കുന്നത്. ഈ രൂപത്തിലുള്ള കുടുംബബന്ധം എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്വാരസ്യങ്ങൾ ഉണ്ടാകും സഹോദരിമാരെ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന അലിയുൻ കറമല്ലാഹു വജ്ഹ, അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, അലി തങ്ങളുടെ മറ്റൊരു വിഭാഗത്തിൽ ജനിച്ചിരിക്കുന്ന താബിഈയായ മുഹമ്മദുൽ ഹനീഫി, ഈ രണ്ടും അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. ഒന്ന് സ്വഹാബിയാണ് ഹസൻ തങ്ങൾ, മുഹമ്മദുൽ ഹനീഫി താബിഈയാണ്. പക്ഷേ ഇക്കാക്കയും അനുജനും തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം, സ്വാഭാവികം. ആ സൗന്ദര്യപ്പണക്കത്തിൽ അവർ രണ്ടാളും പിരിഞ്ഞു പോയപ്പോൾ ഹസൻ റളിയല്ലാഹുവിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഞങ്ങൾ അങ്ങനെ പിരിയേണ്ടി വന്നല്ലോ. മുഹമ്മദുൽ ഹനീഫി തങ്ങൾ അതിനേക്കാൾ വിഷമിച്ചു. രണ്ടാളും തമ്മിൽ പ്രയാസായി. അവസാനം മുഹമ്മദുൽ ഹനീഫിയാകുന്ന അനുജൻ എന്ത് ചെയ്തു? ജ്യേഷ്ഠൻ ഒരു കത്ത് കൊടുത്തയച്ചു. എന്താ കത്ത്? രണ്ടാൾ തമ്മിൽ പിണങ്ങിയാൽ ആദ്യം ആരാണോ സലാം ചൊല്ലി നന്നാകാൻ വരുന്നത് അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠത അവർക്കാ. അപ്പൊ മുഹമ്മദുൽ ഹനീഫി തങ്ങൾ ഇക്കാക്കാക്ക് ഒരു കത്ത് കൊടുത്തയച്ചു. പ്രിയപ്പെട്ട യാഹി, ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടിയാണ്, നിങ്ങൾ മുത്തുനബിയുടെ മടിത്തട്ടിൽ കലർന്ന് വളർന്ന ആളാണ്, നിങ്ങൾക്ക് റസൂലുള്ളാഹി മധുരം തന്ന ആളാണ്, നിങ്ങൾ അലി റളിയല്ലാഹുവിന്റെ മകനാണ്, നിങ്ങൾ ഫാത്തിമ ബീവിയുടെ മോനാണ്, നിങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകൾ ജ്യേഷ്ഠനുള്ളതെല്ലാം വെച്ചൊരു കത്തെഴുതിയിട്ട് അതിന്റെ ചുവട്ടിൽ എഴുതി, നാം തമ്മിലുള്ള പിണക്കത്തിൽ ആദ്യം സലാം ചെല്ലുന്നവർക്കല്ലേ ശ്രേഷ്ഠത, ആ ശ്രേഷ്ഠത ഇക്കാക്കാക്ക് കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് അനുജൻ. മുഹമ്മദുൽ ഹനീഫി തങ്ങൾ കത്ത് കൊടുത്തയച്ചത് എങ്ങനെയാ? സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു കത്ത് ഞമ്മക്കാ കിട്ടിയത് എന്ന് വെക്കാം. എന്നാ നമ്മൾ ഇപ്പൊ തെറ്റിയാലും പോരാ, അതിന്റെ പുറമെ കണ്ടങ്ങൾ നമ്മൾ അങ്ങോട്ടാ ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്, ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഈ കത്ത് കിട്ടി. കത്തിങ്ങനെ വായിച്ചിട്ട് അതിന്റെ ലാസ്റ്റ് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള പിണക്കത്തിൽ ആദ്യമാരാണോ സലാം ചെല്ലുന്നത് അവർക്കല്ലേ ശ്രേഷ്ഠത. അതുകൊണ്ട് മുത്തുനബിയുടെ മടിത്തട്ടിൽ വളർന്ന് ഏറ്റവും ശ്രേഷ്ഠ സമ്പാദിച്ച നിങ്ങൾക്ക് ഈ വിഷയത്തിലും നിങ്ങൾക്ക് അല്ലാഹു കൂടുതൽ പ്രതിഫലം തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതങ്ങ് വായിച്ചപ്പോൾ ഉടനെ തന്നെ കണ്ണുനീർ നിറച്ചുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു നേരെ അനുജനായ മുഹമ്മദുൽ ഹനീഫി തങ്ങളോട് ചെന്നിട്ട്, അസ്സലാമു അലൈക യാ അഖീ, ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ ജീവിച്ചിരിക്കുന്ന ആളുകളെ മനസ്സ് നോക്കൂ നിങ്ങൾ. ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ, അള്ളാഹു തഖ്വക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ആളുകളെ ശരീരം തമ്മിലല്ല യോജിപ്പ്, അവരെ മനസ്സുമാണ്. അപ്പോഴാണ് മശ്രിക്കിലുള്ള ആളും മഗ്രിബിലുള്ള ആളും, ഇപ്പൊ അബുദാബിയിൽ നിങ്ങൾ പോയാലും ഇവിടെ കൂടിയാലും നിങ്ങളെ കുടുംബങ്ങളും കൂട്ടുകാരും സംഘടനയും ബന്ധുക്കളും എവിടെയാണെങ്കിലും അത് ഭൂമിയുടെ ദൈർഘ്യം നാം തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമല്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുൻയാൻ, ഒരൊറ്റ ശരീരം പോലെ, ഒരൊറ്റ ബിൽഡിംഗ് പോലെ എന്നൊക്കെ പറഞ്ഞത് മനസ്സും തമ്മിലാണ്. പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങളെ കുടുംബങ്ങൾ തമ്മിൽ നിങ്ങൾ മാത്രം പരിചയപ്പെട്ടാൽ പോരാ, നിങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ പരിചയപ്പെടണം. കുടുംബങ്ങൾ ഒന്നായിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാനിനി പൊതുവേ തന്നെ എൻ്റെ സഹോദരന്മാരോട് പറയുകയാണ്, ഇന്ന് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, ഒരു വീട്ടിൽ തന്നെ 8 ആൾ താമസിക്കുന്നില്ല, അവരെന്നെ തമ്മിൽ കാണൽ പലപ്പോഴും അപൂർവ. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു വീട്ടിൽ വരുന്ന ആളോടല്ല, ജ്യേഷ്ഠനോടെ പോയി, ജ്യേഷ്ഠന് ഞാൻ കണ്ടതാണ്, ഞാൻ അവിടെ ഉണ്ട് എന്നാ തോന്നുന്നത്, കണ്ടോ? ഇങ്ങനെയായാൽ പറ്റൂല. ഏതൊരു വാപ്പയും ഒരു ദിവസത്തിൽ 3-4 നേരം ഭക്ഷണം കഴിക്കാൻ, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കുടുംബങ്ങൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണത്തിന്റെ ഹാളിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുക.
വാപ്പ 2 കൈ കഴുകിയിട്ട് മക്കളെ കാണിക്കുക. ഭക്ഷണത്തിന് തളികയിൽ വെച്ച് വന്നിരിക്കുമ്പോൾ വാപ്പ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉറക്ക ഒരു ബിസ്മി ചൊല്ലുക, ഒരു ഫസ്റ്റ് ബെല്ല്. എന്നിട്ട് വാപ്പ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങുമ്പോൾ കാന യുഹിബ്ബു തയാമിന ഫീ ഉമൂരി കുല്ലിഹ, വലഭാഗത്തേക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുക. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണങ്ങളൊക്കെ എല്ലാവരും തളികയിലായാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിക്കാൻ പഠിപ്പിക്കുക. വലത് കൈ കൊണ്ട് ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് മതിയാകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ നിർത്തുന്നു. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മശ്ശറാമുറ്റത്ത് സൂര്യന്റെ ശക്തമായ ചൂട്, നരകത്തിന്റെ ഒരു സൈസ് പുക, ഇത് രണ്ടും കൂടി കൂടിയപ്പോൾ അന്തം വിട്ട് അന്താളിച്ച് നിൽക്കാണ് ആളുകളൊക്കെ. യാ റബ്ബ്, ആ സമയത്ത് ആ സൂര്യന്റെ ചുവട്ടിലൂടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒരു കൊട ചൂടിയതുപോലെ ഒരു മേഘം ഇങ്ങനെ നേരിട്ട് കൊടുത്തിട്ട് കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആരാണത്? 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 നരകത്തിന്റെ പുകയിൽ നിന്നും സൂര്യന്റെ ചൂടിൽ നിന്നും അവനെ കാക്കാൻ ഫജാഅതുഹു സദഖതുഹു ഫസാറത്ത് സിത്റൻ അലാ വജീഹി വളില്ലൻ അലാ റഅസിഹി. ഭൂമിയിൽ വെച്ച് കുടുംബങ്ങളെയോ യതീമുകളെയോ പാവപ്പെട്ടവരെയോ കഷ്ടപ്പെടുന്നവനെയോ സഹായിക്കുന്നതിന് വേണ്ടി സദഖ ചെയ്തിട്ടുണ്ടോ, ആ സദഖ നാളെ ആഖിറത്തിൽ അവന് സൂര്യന്റെ ചുവട്ടിൽ ഒരു കുടയായി വരും, ഒരു തണലായി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന ഫിൽ ജന്നത്തി ദാറൻ യുഖാലു ലഹാ ദാറുൽ ഫറഹ്, സന്തോഷത്തിന്റെ ദാറുൽ ഫറഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലം സ്വർഗത്തിൽ പ്രത്യേകമുണ്ട്. ലാ യദ്ഖുലുഹാ ഇല്ലാ മൻ ഫറഹ യതാമൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അനാഥകൾ, ആ അനാഥകളെ സഹായിച്ചവൻ, അവരെ സന്തോഷിപ്പിച്ചവൻ, വിധവകളെ സഹായിച്ചവൻ, സന്തോഷിപ്പിച്ചവൻ, അങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളുകൾക്ക് മാത്രം താമസിക്കാൻ ഒരു AC റൂം വേറെ തന്നെ ദാറുൽ ഫറഹുണ്ട്. ഇങ്ങനെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ, ഹദീസുകൾ പഠിപ്പിച്ച ആ സ്വർഗത്തിലേക്ക് ഉമ്മമാരെ മുത്തുനബിയോടൊപ്പം ഒരു താമസം, ഉമ്മമാരെ സിദ്ദീഖ് തങ്ങളോടൊപ്പം ഒരു താമസം, ഉമ്മമാരെ നമുക്ക് ഉമർ ഖത്താബ് തങ്ങളോടൊപ്പം ഒരു താമസം, സഹോദരങ്ങളെ നമുക്ക് ഫാത്തിമ ബീവിക്കൊപ്പം ഒരു താമസം, നമുക്ക് ആയിഷ ബീവിയുടെ കൂടെ ഒരു താമസം, നമുക്ക് നഫീസത്തുൽ മിസ്രിയ ബീവിയോട് കൂടെ ഒരു താമസം, നമുക്ക് അല്ലലും അലട്ടുമില്ലാത്ത ലോകത്ത് ഒരു താമസം, മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും ഇല്ലാത്ത ഒരു താമസം, നമുക്ക് ഹസദും അസൂയയും ഇല്ലാത്ത ഒരു ലോകത്തെ താമസം, കസ്തൂരിയുടെ ലോകത്ത് ഒരു താമസം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ജന്നത്തുൽ ബഖീൽ സ്വഹാബാക്കൾ ഖബർ കുഴിക്കുകയാണ്. ആ ഖബർ കുഴിക്കുന്ന സമയത്ത് ഓരോ കൊത്ത് മണ്ണും എടുക്കുമ്പോൾ മണ്ണിനടിയിൽ നിന്ന് കസ്തൂരിയുടെ വാസന വരുന്നു. അടിയിലേക്ക് പോകുന്തോറും കസ്തൂരിയുടെ വാസന കൂടിക്കൂടി വരുന്നു. എന്താ കാര്യം? സഅദ് തങ്ങളെ ജനാസ വരുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുന്നു. അത്രയും അകലേക്ക് കേൾക്കുന്ന സ്വർഗത്തിന്റെ വാസന മാതാപിതാക്കളെ വെറുപ്പിച്ചവർക്ക് കേൾക്കാൻ സാധ്യമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് കുടുംബം എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി ചേർക്കലല്ലാതെ ഒരു കണ്ണി അറ്റുപോകാൻ സഹായകമാകുന്നത് നമ്മിൽ നിന്ന് ഉണ്ടാകരുതേ എന്ന് ഈ കുടുംബ സംഗമത്തിൽ എന്നോടും നിങ്ങളോടും ഉണർത്തി സിറാജുൽ ഹുദ ഒരുക്കിയിരിക്കുന്ന ഈ കുടുംബ സംഗമത്തിൻ്റെ ഒരു കട്ടൻ ചായയാണ് ഇപ്പം നിങ്ങൾക്ക് തന്നത്. വിഭവ സമൃദ്ധമായ സൽക്കാരം ഇൻഷാ അള്ളാഹ് നിസ്കാരത്തിന് ശേഷം പേരോട് ഉസ്താദിൻ്റേത് ലഭിക്കും. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിലമ്പൂരിൽ ഞങ്ങൾ നടത്തുന്ന മജ്മഉ സഖാഫത്തുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം, അത് ക്രൈസ്തവ മിഷനറിയുടെ പ്രവർത്തനം കൊണ്ട് പ്രയാസപ്പെട്ടൊരു ഏരിയയാണ്. 40 കുട്ടികളെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇപ്പോൾ 1400 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏകദേശം 500ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതാണ്. യതീം മക്കളും പാവപ്പെട്ട കുട്ടികളും എല്ലാം ഉണ്ട്. നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇനി അങ്ങോട്ടുള്ള നാളുകൾ ദുആഇൻ്റേതാണ്, എഴുത്തിക്കാഫിൻ്റേതാണ്, ഖുർആനിൻ്റേതാണ്. മലായിക്കത്തുകൾ വീട്ടിലും നാട്ടിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ സമയത്ത് പ്രാർത്ഥനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പങ്കാളികളാക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ തറവാട്ടിലെ കാരണവരായ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ, ബഹുമാനപ്പെട്ട MA ഉസ്താദ്, ബഹുമാനപ്പെട്ട ചിത്താരി ഉസ്താദ്, എല്ലാമായ ഷേഖുന AP ഉസ്താദ്, അള്ളാഹുവേ അവരുടെ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം നിലനിർത്തി തരണേ അള്ളാഹ്. അവർക്കൊക്കെ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന وبلغنا اللهم شهر رمضان ووفقنا للقيام والصيام وتلاوة القرآن.
ولسائر الخيرات آناء الليل وأطراف النهار يا ذا الجلال والإكرام ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك